നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. മുഴപ്പിലങ്ങാട് KSRTCയും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. അപകടം ലോറിയെ മറികടക്കുന്നതിനിടെ. SSLC ഹയർ സെക്കൻഡറി VHSC പരീക്ഷകളിൽ കണ്ണൂർ ജില്ലയ്ക്ക് മികച്ച നേട്ടം. വിജയോത്സവ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ രാജ്യസഭാംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നിർവഹിക്കും. തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റി ബദൽ മാർഗം തേടണമെന്ന് തലശ്ശേരി ഫുഡ് ഗ്രെയിൻസ് മർച്ചന്റ് അസോസിയേഷൻ വാർഷിക സമ്മേളനം. AK സക്കരിയ വീണ്ടും പ്രസിഡന്റ്. ലോക സൈക്കിൾ ദിനം മയ്യഴിയിൽ ആചരിച്ചു. ദിനാചരണം മയ്യഴി MLA അഡ്വക്കേറ്റ് T. അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. മുഴപ്പിലങ്ങാട് KSRTCയും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. മൊയ്തു പാലത്തിന് സമീപമാണ് രാവിലെ അപകടമുണ്ടായത്. ലോറിയെ മറികടക്കുന്നതിനിടെയാണ് അപകടം. 2 ബസ്സുകളിലെയുമുള്ള യാത്രക്കാർക്കാണ് പരിക്ക്. ഇവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്നും മാനന്തവാടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിന് തലശ്ശേരി ഭാഗത്തു നിന്നും വന്ന ടൂറിസ്റ്റ് ബസ്സിടിച്ചാണ് അപകടം. ടൂറിസ്റ്റ് ബസ് മുന്നിലുള്ള ലോറിയെ മറികടക്കുന്നതിനിടയിൽ എതിരെ വന്ന ബസ്സിന് ഇടിച്ചാണ് അപകടമെന്നാണ് കരുതുന്നത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം നിലച്ചു. പോലീസ് എത്തി ബസ്സുകൾ മാറ്റിയ ശേഷമാണ് ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകടത്തിൽ KSRTC ബസിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുലർച്ചെയായതിനാൽ യാത്രക്കാർ കുറവായിരുന്നതാണ് അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചത്. പരിക്കേറ്റവർ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. SSLC ഹയർ സെക്കൻഡറി VHSC പരീക്ഷകളിൽ കണ്ണൂർ ജില്ലയ്ക്ക് മികച്ച നേട്ടം. വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും പങ്കെടുപ്പിച്ച് സബ് ജില്ലകളിൽ വിജയോത്സവ പരിപാടികൾ നടത്തും. ജില്ലാതല ഉദ്ഘാടനം ജൂൺ 5 രാവിലെ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ രാജ്യസഭാംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘടിപ്പിക്കുന്ന വിജയോത്സവം പരിപാടി അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം 5-ാം തീയതി രാവിലെ 10 മണിക്ക് ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട രാജ്യസഭാ അംഗം പ്രശസ്ത മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് നിർവഹിക്കുകയാണ്. ഇത്തവണ നമ്മുടെ ജില്ലയിൽ SSLC +2 VHSC പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയും അതുപോലെ 100% വിജയം കരസ്ഥമാക്കിയിട്ടുള്ള സ്കൂളുകളെയും അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. SSLC ഹയർ സെക്കൻഡറി VHSC പരീക്ഷകളിൽ കണ്ണൂർ ജില്ല മികച്ച വിജയം കൈവരിച്ചിട്ടുണ്ട്. കണ്ണൂർ, തലശ്ശേരി, തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലകളിലായി 138 സ്കൂളുകൾ SSLCയിൽ 100% വിജയം കരസ്ഥമാക്കി. 3068 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും A+ വിജയം നേടി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 80.95% വിജയവും 25,601 കുട്ടികൾ വിജയിച്ചപ്പോൾ 2878 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടുകയുമുണ്ടായി. ജില്ലയിലെ 3 ഹയർ സെക്കൻഡറി സ്കൂളുകൾ 100% വിജയം കരസ്ഥമാക്കി. 19 VHSC സ്കൂളുകളിലായി 66.82% വിജയവും 9 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടാനുമായി. മുന്നേറ്റമുണ്ടാക്കാൻ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 2026 SSLC ഹയർ സെക്കൻഡറി VHSC പരീക്ഷകളിൽ 100% വിജയം കരസ്ഥമാക്കിയ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലെ ജില്ലയിലെ എല്ലാ സ്കൂളുകളെയും എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ച കുട്ടികളെയും +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് വാങ്ങിയ ജില്ലയിലെ 9 വിദ്യാർത്ഥികൾക്കുമാണ് പഞ്ചായത്ത് അനുമോദനം സംഘടിപ്പിക്കുന്നത്. SSLC ഹയർ സെക്കൻഡറി VHSC മേഖലയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടികൾ, സ്കൂളുകൾ, അവയെ പ്രതിനിധീകരിച്ച് എത്തുന്ന പ്രധാന അധ്യാപകർമാർ, പ്രിൻസിപ്പൽമാർ എന്നിങ്ങനെ 6000-ലധികം വരുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ 5 മുതൽ വിവിധ ജില്ലകളിൽ വെച്ച് സബ് ജില്ലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അനുമോദന ചടങ്ങുകൾ നടത്തുന്നത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് രാജ്യസഭാംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് നിർവഹിക്കും. 2878 കുട്ടികളാണ് ഹയർ സെക്കൻഡറി ഫുൾ A+ നേടിയിട്ടുള്ളത്.
SLCയിൽ A+ നേടിയിട്ടുള്ളത് 3068 കുട്ടികളാണ്. VHSCയിൽ 9 കുട്ടികൾ. അപ്പോൾ ഇത്രയധികം കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒന്നിച്ചൊരു സ്ഥലത്ത് വിളിച്ചേർക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് 100% വിജയം നേടിയ സ്കൂളുകൾ 138 ഹൈസ്കൂളുകളും 3 ഹയർ സെക്കൻഡറി സ്കൂളുമാണ് 100% വിജയം നേടിയിട്ടുള്ള സ്കൂളുകൾ. അപ്പോൾ അവരെ ആ സ്കൂളുകളെയും അതുപോലെ തന്നെ കണ്ണൂർ വിദ്യാഭ്യാസ ജില്ല, നമ്മുടെ ജില്ലയിൽ 3 വിദ്യാഭ്യാസ ജില്ലകളാണുള്ളത്: തലശ്ശേരി, കണ്ണൂർ, തളിപ്പറമ്പ്. അതിൽ കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയിൽ വരുന്ന ഫുൾ A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയും കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ 6-ാം തീയതി കണിയഞ്ചാൽ, തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് കണിയഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വൈകുന്നേരം 3 മണിക്ക് വിജയോത്സവം നടത്തണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ പരിപാടി രാജ്യസഭാ അംഗമായിട്ടുള്ള ഡോക്ടർ ശ്രീ അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. 100% വിജയം കൈവരിച്ച ജില്ലയിലെ മുഴുവൻ സ്കൂളുകളെയും എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയിലെ കണ്ണൂർ നോർത്ത്, കണ്ണൂർ സൗത്ത്, പാപ്പനശ്ശേരി സബ് ജില്ലകൾ, SSLC ഹയർ സെക്കൻഡറി VHSC സ്കൂൾ കുട്ടികളെയും +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 9 കുട്ടികളെയുമാണ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുപ്പിക്കുക. തുടർന്ന് 6-ന് 3 മണിക്ക് കണിയഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അനുമോദന ചടങ്ങ് നടക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, T. ഷബ്ന, P. രവീന്ദ്രൻ, A. പ്രദീപൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ, DDE ഷൈനി, KV ഷക്കീൽ എന്നിവർ പങ്കെടുത്തു. തീരദേശ ഹൈവേയുടെ അലൈൻമെൻറ്റ് മാറ്റി ബദൽ മാർഗം തേടണമെന്ന് തലശ്ശേരി ഫുഡ് ഗ്രെയിൻസ് മർച്ചന്റ് അസോസിയേഷൻ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. MM റോഡിലെ മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. AK സക്കരിയയെ 2026-28 വർഷത്തേക്കുള്ള പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. തീരദേശ ഹൈവേ എന്ന പേരിൽ പൈതൃക നഗരിയും വടക്കേ മലബാറിലെ വാണിജ്യ നഗരവുമെന്ന് പേര് കേട്ട തലശ്ശേരി പട്ടണത്തിൻ്റെ നടുവിൽ മെയിൻ റോഡിൽ കൂടിയുള്ള പട്ടണത്തെ ഇല്ലാതാക്കിയുള്ള നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ അലൈൻമെൻറ്റ് മാറ്റി ബദൽ മാർഗം കണ്ടുപിടിക്കണമെന്നും ആയിരക്കണക്കിന് വ്യാപാരി തൊഴിലാളി കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എന്ന നിലയിൽ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ആശങ്കയ്ക്ക് അറുതി വരുത്തണമെന്നും തലശ്ശേരി ഫുഡ് ഗ്രെയിൻസ് മർച്ചൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ആവശ്യപ്പെട്ടു. മെയിൻ റോഡിൻ്റെ ഇരുവശങ്ങളും താഴ്ചയായതിനാൽ ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് വാഹനയാത്രയും കാൽനടയാത്രയും സുഖകരമാക്കണമെന്നും സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. മെയ് 31 വരെ പുതിയ മെമ്പർഷിപ്പ് ചേർക്കാൻ അവസരം കൊടുത്തു. നിങ്ങൾ യോഗം വിളിച്ച് ചർച്ച ചെയ്തിട്ടുള്ള തെറ്റാണ്. ചേരാൻ ബാക്കിയുള്ള ആളുകൾക്ക് മെയ് 31 വരെ, ഇന്ന് ജൂൺ 2 ഇപ്പം പറ്റിയല്ല, ഇനി പറ്റിയല്ല. ഇനി അതിന് അവസരം വരുമ്പം അത് ബന്ധപ്പെട്ട കമ്മിറ്റി തീരുമാനിച്ചാൽ അപ്പോഴേ പറ്റുള്ളൂ, ഇപ്പം പറ്റില്ല. എന്നാൽ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ 5000 രൂപ പ്രവേശന ഫീസ്, 60 വയസ്സിൽ താഴെ, മാറാരോഗം, ഗുരുതര അസുഖമുള്ളവർക്ക് പറ്റില്ല. 2027 ജനുവരി 1 മുതൽ ആനുകൂല്യം കിട്ടും. 2027 ജനുവരി 1 മുതൽ വരിസംഖ്യ അടച്ചാൽ മതി. അപകട മരണത്തിന് ആഫീസിൽ പൈസ അടയ്ക്കുന്ന മുറയ്ക്ക് കിട്ടും. പുതിയ മെമ്പർഷിപ്പ് ഇപ്പം ചേർക്കുന്നതിനുള്ള വ്യവസ്ഥ അതായിരുന്നു. അതിൻ്റെ ദിവസം കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം കമ്മിറ്റിയുണ്ട്. നമ്മുടെ യൂണിറ്റ് ജനറൽ ബോഡി ചേരാൻ ഇപ്പോഴും തീരാൻ ബാക്കിയുണ്ട്. ചില്ലറ ആളുകൾ നടത്താൻ ബാക്കിയുണ്ട്. നിങ്ങളുടേത് ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറയുന്നത്. എന്താ കാര്യം? ആളുകൾക്കുള്ള കാര്യം. തലശ്ശേരി ഫുഡ് ഗ്രെയിൻസ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് AK സക്കരിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് CK രാജൻ ആശ്രയ പദ്ധതി വിശദീകരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ്, സ്നേഹോപഹാരം, സർട്ടിഫിക്കറ്റ് എന്നിവ മിൻഹ ഫാത്തിമ, CH ആയിഷ, KP ഫാത്തിമത്തുൽ സബ, ഹയ ഫാത്തിമ, സജ്ജാദ് അമൻ എന്നിവർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് CC വർഗീസ് വിതരണം ചെയ്തു. അടുത്തതായി നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ അല്ലമി ട്രേഡേഴ്സിലെ റഹീസിന്റെ മണിയത്ത് ഹാഫിലിന്റെ മകൻ
ജനറൽ സെക്രട്ടറി E.A. ഹാരിസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ H. യോഗേഷ് റാവു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് 2026-28 വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. A.K. സക്കരിയയെ പ്രസിഡന്റായും E.A. ഹാരിസിനെ ജനറൽ സെക്രട്ടറിയായും M. ഫസലുവിനെ ട്രഷററായും P. ആബൂട്ടി, H. യോഗേഷ് റാവു, A.B. ഷരീഫ്, A. ആഷിക, P. ലത്തീഫ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും C.M. രമേശ് ബാബു, K. സാജിദ്, K. നാസർ, M. രൂപേഷ്, P. തൻവീർ എന്നിവരെ ജോയിൻ്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് P. ആബൂട്ടി സ്വാഗതവും M. ഫസലു നന്ദിയും പറഞ്ഞു. ലോക സൈക്കിൾ ദിനം മയ്യഴിയിൽ ആചരിച്ചു. മയ്യഴി MLA അഡ്വക്കേറ്റ് T. അശോക് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് സൈക്കിൾ ദിനാചരണം നടന്നത്. മയ്യഴി MLA അടക്കം 16 പേർ മയ്യഴി റെയിൽവേ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നും അതിരാവിലെ ആരംഭിച്ച സൈക്കിൾ റാലി മഹിപ്പാലം പെരിങ്ങാടി റെയിൽവേ ഗേറ്റ് സ്പിന്നിംഗ് മിൽ വഴി ഈസ്റ്റ് പള്ളൂരിലെത്തുകയും തുടർന്ന് ഗ്രാമത്തി ഇരട്ടപ്പിലാക്കോൽ പള്ളൂർ പോലീസ് സ്റ്റേഷൻ വഴി തിരിഞ്ഞ് ഇടയിൽപീടിക പന്തക്കൽ മൂലക്കടവ് മാഹി അതിർത്തി വരെയെത്തി തിരിച്ച് ചാലക്കര വഴി മാഹി ഗവൺമെൻറ് ഹൗസിന് മുൻപാകെ സമാപിക്കുമ്പോൾ ഏകദേശം 30ഓളം കിലോമീറ്റർ പിന്നിട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി മയ്യഴിയിൽ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ഉല്ലാസവും ലക്ഷ്യപ്പിച്ച് യാതൊരുവിധ മലിനീകരണമോ ഇന്ധനക്ഷമതയോ ഇല്ലാതെ പ്രവർത്തിക്കുന്നവരുടെ സൈക്കിൾ സവാരിക്കാരുടെ കൂട്ടായ്മയാണ് കെവലിയേഴ്സ് ദേ മായ. മുൻ വർഷങ്ങളിലും അഡ്വക്കേറ്റ് അശോക് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലോക സൈക്കിൾ ദിന റാലി പുതുച്ചേരി മുൻ മന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം MLA പ്രകാശനം നിർവഹിച്ച ജേഴ്സി ധരിച്ചായിരുന്നു കെവലിയേഴ്സ് അംഗങ്ങൾ റാലിയിൽ അണിചേർന്നത്. ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനത്തിലും ജൂൺ 7-ന് തലശ്ശേരി സൈക്കിൾ ക്ലബ്ബും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായിയുമായി സഹകരിച്ചുള്ള സൈക്കിൾ റാലിയും മാഹിയിൽ നടക്കും. പെരിങ്കളം കോടിയേരി കൈരളി വായനശാല റോഡിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തത് വെള്ളക്കെട്ട് ഉണ്ടാക്കുമെന്ന് പ്രദേശവാസികൾക്ക് ആശങ്ക. ചെറിയ തോതിലുള്ള മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കാലവർഷം അടുത്തെത്തിയ സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. റോഡിൻ്റെ വശങ്ങളിൽ ഓവുചാലുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പൂർത്തിയായിട്ടില്ല. മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ ഓവുചാലുകളിൽ നിന്നും മഴവെള്ളം റോഡിലേക്ക് കയറുമോ എന്ന ആശങ്കയുമുണ്ട്. ഇതുമൂലം വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഒരുപോലെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. പ്രദേശത്തെ മറ്റൊരു പ്രധാന പ്രശ്നം ഓവുചാലിനുള്ളിൽ തന്നെ നിലകൊള്ളുന്ന 4 വൈദ്യുതി പോസ്റ്റുകളാണ്. ഈ പോസ്റ്റുകൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയർത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി പോസ്റ്റുകളുടെ സാന്നിധ്യം അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓവുചാലിന് മുകളിലൂടെ പൂർണ്ണമായും സ്ലാബ് സ്ഥാപിക്കാത്തതും വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. മഴ പെയ്യുമ്പോൾ റോഡും ഓവുചാലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്നും നാട്ടുകാർ ഭയക്കുന്നു. ഇതുമൂലം കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. പെരിങ്കളത്ത് കൈരളി വായനശാല മുന്നിലൂടെ കടന്നു പോകുന്ന റോഡ് കുറേ വർഷങ്ങളായി ഗ്രാമസഭയ്ക്ക് ചേരുമ്പോൾ നാട്ടുകാർ മുഴുവൻ പരാതിപ്പെടുന്ന ഒരു പ്രദേശമാണ്. മഴക്കാലത്ത് ഏതാണ്ട് അരയോളം വെള്ളം കെട്ടി നിൽക്കുന്ന ഈ റോഡ് ഇപ്പോൾ കുറച്ചായി അതിൻ്റെ അറ്റകുറ്റപ്പണി എടുക്കുക എന്ന പേരിൽ ഈ ഓവുചാല് കെട്ടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. 3-4 ഇലക്ട്രിക് പോസ്റ്റുകൾ ഈ ആണുള്ളത്. എന്നിട്ട് പോലും അത് നീക്കം ചെയ്യാതെ ഓവുചാലിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. അത് തന്നെ അവിടെ ഇവിടെ പകുതി നിർത്തിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ മുഴുവനായും സ്ലാബ് ഇടാത്ത ഈ ഓവുചാലിൽ എപ്പോഴും അരയോളം വെള്ളം കയറി കഴിഞ്ഞാൽ ഒരാളും ഈ റോഡിൻ്റെ സൈഡിലുള്ള ഈ ഓവുചാല് കാണില്ല. പല അപകടങ്ങളും പറ്റാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് പുതിയമ്പലം റോഡിൻ്റെ അടുത്ത് ഒരാൾ ഇതുപോലെ സ്ലാബില്ലാത്തതിൻ്റെ പേരിൽ വീട് മരിച്ചൊരു അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഈ റോഡിലൂടെ ധാരാളം കുട്ടികളൊക്കെ കടന്നു പോയി. തൊട്ടടുത്ത ഒരു കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടത്തേക്ക് വരുന്ന വാഹനങ്ങൾ, ഈ വാഹനങ്ങൾക്കൊക്കെ അപകടകരമായ അവസ്ഥയിലാണ് ഈ റോഡിൻ്റെ സ്ഥിതിവിശേഷമുള്ളത്. മാറി വന്ന
മെമ്പർമാരോടൊക്കെ ഈ റോഡിനെ പറ്റി എല്ലാ ഗ്രാമസഭകളിലും നാട്ടുകാർ മൊത്തം പരാതിപ്പെടാറുണ്ടെങ്കിലും അതിൻ്റെ പണി വളരെ എഴഞ്ഞെഴഞ്ഞു പോയിട്ട് ഇപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഗതാഗത യോഗ്യമല്ലാത്ത നിലയിൽ അപകടകരമായ അവസ്ഥയിലുമാണ് ഈ റോഡിൻ്റെ സ്ഥിതിവിശേഷമുള്ളത്. ഒന്നുകിൽ ഇതിൻ്റെ പണി സമയാക്രമത്തിൽ മാർച്ച് തീരേണ്ടതായിരുന്നു, മാർച്ച് തീർന്നില്ല. കരാറുകാർ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാതെ കൊണ്ടാണെന്ന് അവർ പറയുന്നു. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിന് താല്പര്യം എടുക്കുന്നില്ല. KSEB ആണ് പറയുന്നത് മുനിസിപ്പാലിറ്റി നേരിട്ട് വേണം ഇതിനകത്ത് ഇടപെട്ടിട്ട് അവർ പൈസ അടച്ചിട്ട് വേണം ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ. ഇങ്ങനെ നാട്ടുകാർ തീരെ നാട്ടുകാരും അവഗണിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു പ്രാദേശിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്നുകിൽ ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ അപകടകരമല്ലാത്ത നിലയിൽ എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം അവിടെ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ ഇതിനെതിരെ ശക്തിയായി പ്രതിഷേധിക്കേണ്ട അവസ്ഥ വരും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാകുന്ന ഒരു സ്ഥാപനമടക്കം നിരവധി സ്ഥാപനങ്ങളും വീടുകളും ഈ റോഡിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. രോഗികളുമായി എത്തുന്നവരും വിദ്യാർത്ഥികളും പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്നതോടെ ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാറി മാറി വന്ന നഗരസഭാ ഭരണസമിതികൾക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. കാലവർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സാഹചര്യത്തിൽ ഓവുചാൽ ശുചീകരണം, വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കൽ, സ്ലാബ് നിർമ്മാണം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം
അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8138061888 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. BSNL അംഗീകൃത നെറ്റ്വർക്ക് ഏജൻസിയായ ഫൈബർ നെറ്റ് സൊല്യൂഷൻ്റെയും തുവക്കുന്ന് എക്സ്ചേഞ്ചിൻ്റെയും നേതൃത്വത്തിൽ BSNLിൽ നിന്നും സ്തുതർഹ്യ സേവനത്തിന് ശേഷം വിരമിക്കുന്ന CK അശോകൻ, സതീഷ് ബാബു, പ്രദീപൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ഫൈബർ നെറ്റ് സൊല്യൂഷൻ്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ഒരുക്കിയത്. തുവക്കുന്ന് ടെലിഫോൺ എക്സ്ചേഞ്ച് ഹാളിൽ നടന്ന പരിപാടിയിൽ BSNL അസിസ്റ്റന്റ് ജനറൽ മാനേജർ റഷീദ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. എല്ലാവരും ആശംസകളുണ്ടായിരുന്നു. പിന്നെ പ്രദീപട്ടൻ നമ്മുടെ കടവത്തൂരിൻ്റെ ഓടിനോടാണല്ലോ. ഇപ്പോഴും അവിടെ പോയിട്ട്
എല്ലാം സെറ്റാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പ്രതിവട്ടം കടവത്തൂർ പ്രതിവട്ടം ഇല്ല എന്നത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം FKTSന് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ ക്യാൻവാസ് ചെയ്യാനും കണക്ഷൻസ് ഫൈബറിൻ്റെ കണക്ഷൻസ് ആയാലും മൊബൈൽ കണക്ഷൻ ആയാലും റീചാർജ് ആയാലും ബില്ലടക്കാൻ എല്ലാ വരുന്ന സപ്പോർട്ടുകളും നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിവട്ടം കിട്ടുള്ള കാര്യമാണ്. ഇനിയും പ്രതിവട്ടം സപ്പോർട്ട് കിട്ടുന്നതാണ്. പാനൂർ സബ് ഡിവിഷണൽ എഞ്ചിനീയർ സാജിദ, തലശ്ശേരി കൊമേഴ്സ്യൽ ഓഫീസർ ബബിത, റിട്ടയേർഡ് SDE ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. MK സന്തോഷ് സ്വാഗതവും P ജയൻ നന്ദിയും പറഞ്ഞു. മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിൽ വിഷരഹിത പച്ചക്കറികൾ വർഷം മുഴുവനും ലഭിക്കും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കൃഷി സമൃദ്ധി പദ്ധതിയുടെ സഹകരണത്തോടെയാണ് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം ആരംഭിച്ചത്. കർഷകനായ രാജൻ്റെ കൈതേരി ഇടം വയലിൽ 5 ഏക്കർ സ്ഥലത്താണ് വിഷരഹിത പച്ചക്കറി കൃഷി ആരംഭിച്ചത്. കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തുളസി ചെങ്ങാട്ട് വിത്ത് നടയിൽ ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറികൾ സുലഭമായി ഉണ്ടാവുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ മാങ്ങാട്ടിടം പ്രസിദ്ധമാണ്. അവിടെ തന്നെ 10-15ഓളം ഐറ്റംസ് പച്ചക്കറികൾ ത്രൂ ഔട്ട് ദ ഇയർ വർഷം മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജമാഷിൻ്റെ കൃഷിയിടവും നമുക്ക് എല്ലാവർക്കും വർഷങ്ങളായി പരിചയമുള്ളതാണ്. കൂടുതലൊന്നും പറയാനില്ല. ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രിസിഷൻ ഫാമിംഗ് രീതിയിൽ കൃഷി ചെയ്യുന്ന രാജമാഷ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഇവിടെ എല്ലാവർക്കും തന്നെ മാതൃകാപരമാണ്. പ്രിസിഷൻ ഫാമിംഗ് ചെയ്യാൻ പുതിയതായി ആൾക്കാർ സംശയം ചോദിച്ച് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഡയറക്റ്റ് ചെയ്യുന്നത് മാഷിൻ്റെ അഡ്രസ്സ് കൊടുത്ത് മാഷിൻ്റെ ശിക്ഷണത്തിലേക്ക് വിടാറുണ്ട്. എല്ലാവിധ ആശംസകളും ഈ ഒരു പരിപാടിക്ക് നേരുന്നു. മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സന്ധ്യാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആതിര ലിച്ചു മുഖ്യാതിഥിയായി. ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. കൈതേരി ഇടംവയലിലാണ് 3 വയലുകളിലായി 5 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തുന്നത്. കളശല്യം ഒഴിവാക്കാനായി മൾച്ചിങ് ചെയ്ത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. കുമ്മായമിട്ട് മണ്ണിലെ അസിഡിറ്റി മാറ്റി 5 തരം ജൈവവളങ്ങൾ അടിവളമായി നൽകിയാണ് വിത്ത് നട്ടത്. പയർ, വെണ്ട, കക്കിരി, കയപ്പ, പൊട്ടിക്ക, ചുരക്ക, പടവലം, കുമ്പളം, വെള്ളരി, ചീര, അവര തുടങ്ങിയവയാണ് കൃഷി ചെയ്തത്. കൂത്തുപറമ്പ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള 5 വിപണന കേന്ദ്രം വഴിയും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന 3 ആഴ്ച ചന്തകൾ വഴിയും വിപണി കണ്ടെത്തും. ഇതിനു പുറമെ പഞ്ചായത്തിൽ എല്ലാ വാർഡിലും ഓരോ ദിവസങ്ങളിലായി പ്രത്യേകം തയ്യാറാക്കിയ വണ്ടിയിലും വിപണന സാധ്യത ഒരുക്കിയിട്ടുണ്ട്. കുന്നുംപുറം രാജൻ, കുനിയിൽ വത്സല എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KN ഗോപി മാസ്റ്റർ, OT രശ്മി, അംഗങ്ങളായ പ്രിയജ, M സമിത്ത്, കൃഷി ഓഫീസർ K അഖില, കൃഷി അസിസ്റ്റന്റ് K വിജേഷ്, R സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മാഹി ചാലക്കരയിലെ പ്രശസ്ത സംഗീത കുടുംബം കലാഭവൻ കുടുംബ സംഗമവും ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന CK ബാൽരാജ് അനുസ്മരണ സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു. തലശ്ശേരി ലയൺസ് ക്ലബ്ബ് ഹാളിൽ 100ഓളം വരുന്ന കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നു. തലശ്ശേരി ലയൺസ് ക്ലബ്ബ് ഹാളിൽ 100ഓളം വരുന്ന കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങ് തറവാട്ടിലെ മുതിർന്ന കാരണവർ കോടിയേരി രാമൻ പണിക്കർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുടുംബത്തിലെ അംഗങ്ങളെയും ആദരിച്ചു. ശാന്ത, തൂണേരി ബാലൻ, പ്രീത, രാധ, ചന്ദ്രി, വിജയ് എന്നിവരെയാണ് ആദരിച്ചത്. തൂണേരി ബാലൻ, നരേന്ദ്രനാഥ്, സൂരജ്, രാജു, മക്കളായ സ്വരാഗ്, നാദേശ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുടുംബത്തിലെ 20 വനിതകൾ ചേർന്നൊരുക്കിയ തിരുവാതിരയോടെ നൃത്ത സംഗീത പരിപാടികൾ വേദിയിൽ അരങ്ങേറി. കേരള ഹോക്കി ടീം ഗോൾ കീപ്പറായിരുന്ന മാഹി മുണ്ടോക്ക്
കല്ലാട്ട് ഹൗസിൽ മോഹൻദാസ് കല്ലാട്ട് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. വർഷങ്ങളോളം ഗൾഫ് എയർലൈൻസിൽ മാനേജറായിരുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവാണ്. മലയാള ചലച്ചിത്ര മേഖലയിൽ വലിയൊരു സുഹൃത്ത് ബന്ധത്തിന് ഉടമയായിരുന്നു മോഹൻദാസ്. KM രൂപയാണ് ഭാര്യ. M രോഹിൻ ഏക മകനാണ്. മോഹൻദാസ് കല്ലാട്ടിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കേരള ഹോക്കിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി K നിയാസ് പുഷ്പചക്രം അർപ്പിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KV ഗോകുൽദാസ്, രക്ഷാധികാരി KJ ജോൺസൺ മാസ്റ്റർ, ട്രഷറർ തഫ്ലി മാണിയാട്ട് എന്നിവർ സംബന്ധിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, ലീഡിംഗ് CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പുന്നോൽ ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ പ്രവേശനോത്സവം പുന്നോൽ തണൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. വിദ്യാർത്ഥികൾക്ക് മധുരപലഹാര വിതരണവും നടത്തി.
പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണം വാർഡ് അംഗം ഷഹദിയ മധുരിമ നിർവഹിച്ചു. കാലത്തിലേറെയായി ഈ സ്കൂൾ ഇവിടെ നിലനിൽക്കുന്നു. ഈ ഒരു സ്കൂളിൻ്റെ നല്ല ഒരു പ്രവർത്തനമാണ് ഈ ഇത്രത്തോളം വിജയത്തിലെത്താൻ കഴിഞ്ഞത്. ഇനിയും ഉയരത്തിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളും ഇവിടെ പഠിച്ച് പോയ കുട്ടികളാണ്. എൻ്റെ ഇളയ മോള് ഫസ്റ്റ് മുതലേ ഈ സ്കൂളിലെ എല്ലാ തരത്തിലുള്ള നല്ല പ്രൈസുകൾ ഒരുപാട് പഠനമായിട്ടും കലാപരമായിട്ടും എല്ലാം ഒരുപാട് പ്രൈസ് നേടി. അതുപോലെ തന്നെ ആ ഒരു ഇത് മുതലേ എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും എല്ലാ പരിപാടികളായാലും പഠനമായാലും എല്ലാം മുന്നോട്ടേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അത് ഇവിടുന്ന് തുടക്കം കുറിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു വിദ്യാലയം ഇങ്ങനെയുള്ള വിദ്യാലയങ്ങൾ എപ്പോഴും ഉയർച്ചയിലെത്തണം എന്നുള്ളതാണ്. എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും ലഭിക്കട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തകരാണെങ്കിലും ഇതിൻ്റെ ഏറ്റവും അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് ഈ ഒരു സ്കൂളിനെ ഇത്രത്തോളം നിലനിർത്തിയത്. ഇനിയും വിജയത്തിലെത്താൻ സാധിക്കട്ടെ. ഐഡിയൽ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ചെയർമാൻ PM അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ഇവിടെ പഠിച്ച് പുറത്തു പോകുന്ന 6 വർഷം ഇവിടെ പഠിച്ച് പുറത്തു പോകുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ വിട്ടുപോകുന്ന ഈ വിദ്യാലയം വിട്ടുപോകുന്ന വിദ്യാർത്ഥികൾ അവർ ജീവിതം മുഴുവനും വിദ്യാഭ്യാസ ജീവിതം മാത്രമല്ല ജീവിതകാലം മുഴുവനും വ്യതിരിക്തരായ ആർക്കും സന്തോഷം നൽകുന്ന സമൂഹത്തിനും വീടിനും നാടിനും പരിസരത്തുമൊക്കെ നല്ല നന്മകൾ പ്രസരിപ്പിക്കുന്ന നല്ല മനുഷ്യരായി ഒരു കൂട്ടം ആളുകളെ വളർത്തിയെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഐഡിയൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ലക്ഷ്യം വെക്കുന്നത്. എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും, കഴിഞ്ഞ 33 വർഷവും അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കുവാൻ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റോ അല്ലെങ്കിൽ അതിന്റെ തന്നെ ഭാഗമായ അധ്യാപകരോ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് 4ാം ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകുന്നവർ 5-ലെത്തുമ്പോൾ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളും ആയിരക്കണക്കിന് കുട്ടികളും പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ എത്തുമ്പോൾ ഐഡിയലിലെ വിദ്യാർത്ഥികൾ എന്ന ഒരു പ്രത്യേകത നിലനിർത്തുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറെ അഭിമാനകരമായ കാര്യം. സ്കൂൾ PTA നൽകുന്ന കമ്പ്യൂട്ടർ, വാട്ടർ പ്യൂരിഫയർ എന്നിവ അധ്യാപകർക്ക് PTA ഭാരവാഹികൾ കൈമാറി. എങ്ങനെ മികച്ച രക്ഷിതാവാകാം എന്ന വിഷയത്തിൽ തലശ്ശേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബൈജു പാലയാട് ക്ലാസ് എടുത്തു. ആധുനിക സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇന്നത്തെ കേരളീയ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ. പരസ്പരം സംസാരിക്കാൻ, അച്ഛനമ്മയോട് സംസാരിക്കാത്ത, ഉമ്മയോട് സംസാരിക്കാത്ത, ബാപ്പയോട് സംസാരിക്കാത്ത, മക്കളോട് സംസാരിക്കാത്ത വീടുകളാണ് ആധുനിക കേരളീയ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ മരിച്ചാൽ നീ എനിക്ക് മരിക്കുന്നില്ലല്ലോ എന്നൊരു കവിതയുണ്ട്, സോമൻ കവിത. നിങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കേണ്ട കവിതയാണ്. നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല. നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിന്റെ വീട്ടിൽ എത്താൻ പറ്റണമെന്നില്ല. എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊട്ടാൻ കഴിയണമെന്നില്ല. തൊട്ടാൽ തന്നെ ഒന്ന് കരയാൻ പറ്റണമെന്നില്ല. കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. അടുത്ത വലിയാള് നമ്മൾ ഓരോരുത്തരും ഹൃദയം കൊണ്ട് കേൾക്കേണ്ടത്, നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്കും നീ മരിക്കുന്നില്ലല്ലോ. ജീവിച്ചിരിക്കെ ജീവിത പങ്കാളിയുടെ, മക്കളുടെ, സഹോദരങ്ങളുടെ, ഉമ്മയുടെ, ഉപ്പയുടെ, അയൽപ്പക്കക്കാരന്റെ, നാട്ടുകാരന്റെ മനസ്സിൽ മരിച്ചുപോയവരാണ് നമ്മളിൽ ഭൂരിപക്ഷം. എത്രയോ പേരുടെ മനസ്സിൽ നമ്മൾ മരിച്ചുപോയിരിക്കുന്നു.
മരിക്കാതെ ജീവിക്കലാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത്. ഐഡിയൽ സ്കൂൾ പ്രിൻസിപ്പൽ വി ശ്രീജ, തണൽ വൈസ് ചെയർമാൻ പി വി ഹംസ, ഐഡിയൽ PTA പ്രസിഡന്റ് റസീന ഹസീബ് എന്നിവർ സംസാരിച്ചു. CP അഷറഫ് സ്വാഗതവും രാഖി നന്ദിയും പറഞ്ഞു. ദേശീയ ആയുഷ് മിഷൻ, പാട്യം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിൽ ആയുർവിദ്യ പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ വച്ചുപിടിപ്പിക്കുവാനുള്ള ഔഷധ വൃക്ഷത്തൈകളുടെ വിതരണവും വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പാട്യം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജ ജി നായർ ഉദ്ഘാടനം ചെയ്തു. 4/1 സസ്യങ്ങൾ, ഔഷധം സസ്യങ്ങളല്ല, സസ്യങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് നിലവിൽ കാണുന്നുള്ളൂ. നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. എഫോറസ്റ്റേഷൻ, ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കും. അതായത് നമുക്ക് വനങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വനങ്ങളെക്കാട്ടും എല്ലാവരുടെയും ഒരുപാട് വീടുകളും കെട്ടിടങ്ങളുമാണ് ചുറ്റുപാടും ഉള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് പ്രധാനാധ്യാപിക M. സസ്മിത്ര അധ്യക്ഷത വഹിച്ചു. ദന്തപാല, മുഞ്ഞ, കൊടുവേലി, കൊന്ന, പുളി, കരിനച്ചി തുടങ്ങിയ തൈകളാണ് വിതരണം ചെയ്തത്. സ്കൂൾ NSS SPC യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് വൃക്ഷത്തൈകളുടെ നടീലും പരിപാലനവും നടക്കുന്നത്. കക്കോത്ത് പ്രഭാകരൻ, NSS കോർഡിനേറ്റർ PP ചിത്ര, PT ശുഭ, CPO മുഹമ്മദ് റഫീഖ്, ACPO TP അഞ്ചു, സ്റ്റാഫ് സെക്രട്ടറി PP മജീദ്, അനിൽകുമാർ, അതുൽ രാജ് MT തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാലൂർ UP സ്കൂൾ പ്രവേശനോത്സവം നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ M. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ മുഖ്യാതിഥിയായി. മാലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നിർമ്മല, സ്കൂൾ മാനേജർ KM സതീശൻ, മാനേജർ പ്രതിനിധി TP ഗിരിജ, PTA വൈസ് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ, അധ്യാപക പ്രതിനിധി VC ജാഫർ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് KK സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക K. മിനി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K. സജീവ് കുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മുഴപ്പിലങ്ങാട് KSRTCയും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. അപകടം ലോറിയെ മറികടക്കുന്നതിനിടെ. SSLC ഹയർ സെക്കൻഡറി VHSC പരീക്ഷകളിൽ കണ്ണൂർ ജില്ലയ്ക്ക് മികച്ച നേട്ടം. വിജയോത്സവ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ രാജ്യസഭാംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നിർവഹിക്കും. തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റി ബദൽ മാർഗം തേടണമെന്ന് തലശ്ശേരി ഫുഡ് ഗ്രെയിൻസ് മർച്ചന്റ് അസോസിയേഷൻ വാർഷിക സമ്മേളനം. AK സക്കരിയ വീണ്ടും പ്രസിഡന്റ്. ലോക സൈക്കിൾ ദിനം മയ്യഴിയിൽ ആചരിച്ചു. ദിനാചരണം മയ്യഴി MLA അഡ്വക്കേറ്റ് T. അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.